ഡിയേഴ്സ്, കോട്ടയം ജില്ലയിലെ മലരിക്കൽ ഗ്രാമത്തിൽ ഓരോ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിരിയുന്ന പിങ്ക് ആമ്പൽ പൂക്കളുടെ മനോഹാരിത നമ്മൾ മലരിക്കൽ ആമ്പൽപ്പാടത്തിന്റെ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ മനസ്സിലാക്കിയല്ലോ. ഇനി ലൊക്കേഷൻ നമ്പർ 2, സാമ്പ്രാണിക്കൊടി. കൊല്ലം ജില്ലയിൽ നിന്ന് ഏകദേശം 10-13 കിലോമീറ്റർ അകലെയാണ് സാമ്പ്രാണിക്കൊടി. പ്രക്കുളം ഗ്രാമത്തിൽ അഷ്ടമുടിക്കായലിന് സമീപമാണ് ഈ ചെറുദ്വീപ് വരുന്നത്. ഇതിനെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പേര് വന്നത് എന്ന ചരിത്രം നോക്കിയാൽ പുരാതന കാലത്ത് ചൈനീസ് കപ്പലുകൾ ഇവിടെ തങ്ങിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചമ്പ്രാണി എന്ന വാക്കിൽ നിന്നാണ് സാമ്പ്രാണിക്കുടി എന്ന വാക്കിൻ്റെ ഉത്ഭവം. എന്താണെന്ന് എനിക്കറിയില്ല. സാമ്പ്രാണിക്കൊടി എന്നാണെങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ സാമ്പ്രാണിക്കുടി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ് എന്തോ ശീലിച്ചു, അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. തെറ്റു പോകുന്നുണ്ട് ഗൈസ്, ക്ഷമിക്കുക. തീരത്തിന് സമീപം അമ്പലം കൂടി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിൽ ഒരു കാം വൈബാണ് അവിടെ തങ്ങി നിൽക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ബോട്ട് സർവീസ്. യാത്രാ ദൂരം എന്ന് പറയുന്നത് തീരത്ത് നിന്ന് ദ്വീപ് വരെ ഏകദേശം 300-400 മീറ്റർ വരെയാണ്. പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രഡീഷണൽ കെട്ടുവള്ളം, മോട്ടോർ ബോട്ട്, സ്മാൾ കാനോ റൈഡ് എന്നിങ്ങനെ. നമ്മളപ്പോൾ ബോട്ടിൻ്റെ ഫീസൊക്കെ അടച്ച് ബോട്ടിനായിട്ട് വെയിറ്റിംഗ് ആട്ടോ. ഒരാൾക്ക് 150 റുപ്പീസ് ആയിരുന്നു ആയത്, 150 രൂപയെ. നമ്മൾ എവിടെ കയറിയാലും തേരാളിയുടെ പേര് നോക്കി വെക്കും. അത് പിന്നെ സഹയാത്രികൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അഞ്ജലി, കൂടെയുള്ള ചേട്ടന് പൊള്ളിയായിരുന്നു കേട്ടോ. എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നന്നായി ഹെൽപ്പാക്കി. ബോട്ടിങ് ഒരനുഭവം തന്നെയാട്ടോ. നമ്മളെക്കാളും ഫസ്റ്റ് പോയ ആൾക്കാരെ അപ്പോഴാട്ടോ കണ്ടുമുട്ടിയേ. പിന്നെ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ മുന്നോട്ട്. ബോട്ടിൽ കയറി ആഴം കുറഞ്ഞ ഭാഗത്ത് അവരിറക്കി. അങ്ങനെ ഫൈനലി നമ്മളിവിടെ കാലുകുത്തി. ചന്ദ്രനിൽ കാലുകുത്തിയ പ്രതീതിയിലാണല്ലോ ഞാൻ പറയുന്നത്. അവിടെയല്ല ഗൈസ്, നമ്മൾ അവിടെ കാലുകുത്തി, അതായത് സാമ്പ്രാണിക്കൊടിയിൽ കാലുകുത്തി. ഇവിടെ മുട്ടോളം വെള്ളമുള്ളൂ എന്നുള്ള ധാരണയായിരുന്നു കേട്ടോ നമുക്ക്. റീൽസൊക്കെ നേരത്തെ കണ്ടിരുന്നു. അതാ, പക്ഷേ ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടോ എന്തോ അരയ്ക്ക് തൊട്ട് താഴെ വരെയാണ് വെള്ളം ഉണ്ടായത്. ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്ന ബോർഡ് വെച്ചതിന് താഴെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മത്സരം തന്നെയായിരുന്നു എന്ന് പറയാം. എനിക്ക് എന്തോ ഐ ലവ് ആ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ മറ്റേ ഗാഥയുടെ മറ്റേ ജാമിൻ്റെ പരസ്യമില്ലേ, അതാ ഓർമ്മ തന്നെ. എന്താണോ എന്തോ പരസ്പര ബന്ധമില്ലാതെ കിടന്ന് ചിന്തിക്കുന്നുണ്ട്. നിറയെ ക്രൗഡായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ സെറ്റാക്കാന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഉപ്പിലിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് അത് കണ്ടപ്പോൾ അങ്ങോട്ട് നീങ്ങി. 7 പീസ് വാങ്ങിക്ക് 50 റുപ്പീസ് ആയിരുന്നു കേട്ടോ വാങ്ങിയേ. 50 രൂപയെ അതിത്തിരി കൂടുതലല്ലേ എന്ന തോന്നലുണ്ടേലും രാവിലെ മുതൽ അവർ വെള്ളത്തിൽ തന്നെ നിന്നോണ്ടല്ലേ കച്ചവടം ചെയ്യുന്നേ. ഇത് അവിടെ ഇട്ടുകൊണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് പോലും ഇല്ല. ആകെ കൂടി എന്താ ഉള്ളത്, മറ്റേ കണ്ടൽക്കാടോ, അതല്ലല്ലോ, മംഗ്രൂമ് വനങ്ങൾ, അത് മാത്രമാണ് ഉള്ളത്. പക്ഷെ ഇവർക്ക് ഇവിടെ സാധനം ഇട്ടിട്ട് അവിടെ പോയിരിക്കാനുള്ള സെറ്റപ്പ് പോലും ഇല്ല. അതുകൊണ്ട് എത്രയോ പൈസ നമ്മൾ വെറുതെ കളയുമോ. അപ്പം എന്തെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നഷ്ടം നമുക്ക് വിചാരിക്കാനുള്ള ഒരു ഇതില്ലടോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങി അതും ആസ്വദിച്ച് കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ ഏകദേശം 9ഓളം അപൂർവ ഇനങ്ങളിൽപ്പെട്ട മംഗ്രൂമ് വനങ്ങളും ചുറ്റപ്പെട്ട ഒരു പ്രകൃതിയുടെ കയ്യൊപ്പ് എന്ന് തന്നെ പറയാതെ വയ്യല്ലോ. എല്ലാവരും പെടച്ചുകയറലും ഫോട്ടോ എടുക്കലും അങ്ങനെ. ഇനി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നടന്നു. ഇനി പിന്നെ എന്താ, തിരിച്ചു പോവല്ലേ. മടക്ക യാത്രയിലും മനോഹര കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ചീനവലയും പലതരം ക്രൂസറും വള്ളവും ബോട്ടും. ഞാൻ പണ്ട് ടെക്സ്റ്റ് ബുക്കിലൂടെ മനസ്സിൽ കണ്ടിരുന്ന പക്ഷികളും. സീകളെ, ഇനി അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്തോ. തെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നെ ഹേർട്ട് ചെയ്യരുത് ഗായ്സ്. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. സീകൾ എന്ന് തന്നെയല്ലേ പറയണേ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. ഹേർട്ടാക്കുന്ന രീതിയിൽ മാത്രമേ ചെയ്യരുതെന്നുള്ളൂ. അതെല്ലാം നേരിട്ട് കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം തന്നെയായിരുന്നു എനിക്ക് ഈ പ്രായത്തിലും. സീകളിനെ ശരിക്കും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വളച്ചെടുത്ത് കാണാൻ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ബോട്ട് ചേട്ടനും എൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുണ്ട്. ചേട്ടൻ വലിയ ആളാണ്. ചേട്ടനെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ആ സമയത്തെ തിരക്കിൽ നമ്മളത് എടുത്തില്ല. നാട്ടുകാർ മൊത്തം നോക്കിയിരിക്കുമ്പോൾ വ്ളോഗ് എടുക്കാൻ എനിക്ക് മടിയാണ് ഗൈസ്. പക്ഷെ ഞാൻ എടുക്കും. ബാക്കിയതൊക്കെ ഫുൾ കോമഡിയാണല്ലേ. ഒരു കിടലൻ എക്സ്പീരിയൻസ് തന്നെ ആണെന്ന് പറയാതെ വയ്യല്ലോ. അതല്ല കേട്ടോ ഈ യാത്ര. തീരത്തെത്തിയപ്പോൾ ഒരു മുതല എങ്കിലൊന്ന് തലോടി കളയാമെന്ന് വെച്ച് കൂടിയിരുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങാനും ജീവൻ ഉണ്ടായിരുന്നേ ഞാനിപ്പോൾ രാജ്യം വിട്ടേനെ. പേടിയുണ്ടായിട്ടൊന്നുമല്ല ഗൈസ്. അതെങ്ങാനും ഇനി നമ്മളെ കണ്ട് പേടിച്ചാലോ.
പിന്നെ നനഞ്ഞു കയറി വന്നുകൊണ്ട് തന്നെ അവിടെ ഡ്രസ്സൊക്കെ വിൽക്കണ ഒരു കടയുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ലാത്തതുകൊണ്ട് അത് സ്കിപ്പാക്കി. എനിക്ക് വിഷയമുള്ള കാര്യമല്ല, എൻ്റെ ഡ്രസ്സ് പെട്ടെന്ന് തുടങ്ങുന്ന ഡ്രസ്സായിരുന്നു, ഞാൻ എല്ലാം മുൻകൂട്ടി കണ്ടു. അപ്പോഴേക്കും ഈവനിങ് ആയിട്ടോ. ഈവനിങ് ഒരു ചായ, അത് സ്പെഷ്യൽ കരിപ്പെട്ടി ചായ. തണുത്ത കാറ്റും അമ്പലത്തിൽ നിന്നുള്ള കാമായിട്ടുള്ള ഗാനവും കേട്ട് ആ കായൽ നോക്കി ചൂട് ചായ കുടിക്കുമ്പോഴുള്ള ഫീൽ, അല്ലെങ്കിൽ ഈ ചൂട് ചായ കുടിക്കുമ്പോൾ എനിക്ക് നല്ല ഫീലാണ്. അത് പോട്ടെ, ഇപ്പം പ്രകൃതിയുടെ ഭംഗിയിലുള്ള ഫീലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പ്രകൃതിയുടെ കയ്യൊപ്പിൽ നമ്മളും ഒരു നിറക്കൂട്ടായി അലിഞ്ഞു ചേരുകയാണോ എന്ന് ഒരു നിമിഷം ഞാനും കരുതിപ്പോയി. നിങ്ങളാരും പേടിക്കേണ്ട, കഞ്ചാവല്ല, ചായ തന്നെയാണ് കുടിച്ചത്. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈമായിട്ടോ. എന്തോ വല്ലാത്തൊരു വിഷമായിരുന്നു തിരിച്ചു പോകുമ്പോൾ. സാമ്പ്രാണിക്കൊടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്തിനിത് സന്ദർശിക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർഗം എന്ന് തന്നെ ഞാനിതിനെ വിശേഷിപ്പിക്കും. പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും പക്ഷികളുടെ ഗാനവും ഓളങ്ങളുടെ കളകളാരവവും എല്ലാം നിങ്ങളെ സമാധാനത്തിലാക്കും. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഒരു ചെറു ബോട്ടിൻ്റെ സഹായത്തോടെ പ്രകൃതിയോടെ നെഞ്ചോട് ചേർന്ന് പോകാൻ ഇതിലേറെ നല്ല സ്ഥലം ഇല്ല എന്ന് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയും. എനിക്ക് പറയാലോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ പോണ വഴിയിൽ നമ്മുടെ സഹയാത്രികനായ ചേട്ടൻ്റെ തറവാട്ടിലും ഇറങ്ങാൻ വിളിച്ചുകൊണ്ട് പോയിട്ടാ. പെട്ടെന്ന് കയറി വരാമെന്ന് വിചാരിച്ചെങ്കിൽ ടാങ്ക് കലക്കലായി, ചായക്ക് വെക്കലായി, ആകെ സൽക്കാലം. ഒരു പട ആളുകൾ നിരന്നു പോയാൽ നാട്ടുകാർ കൂടും എന്ന് പറയുന്ന പോലെ അയൽവക്കക്കാരൊക്കെ ഏങ്ങിയും വലിഞ്ഞും ഒക്കെ നോക്കണ്ടായി. ഇത് വല്ല അപഖ്യാതിയും വരുത്തുമോ എന്തോ. ഇനി നേരെ ബസ്സിലോട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട്, നമ്മുടെ എറണാകുളത്തോട്ടേ. പോണ വഴി ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് പരിപ്പോടയും പഴംപൊരിയും പാൽച്ചായയും ഒക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ. അപ്പോഴൊന്ന് ജീവൻ വെച്ച് വഞ്ചിയെയും തിരകളെയും ഒത്തിരി പേടിച്ച് എനിക്ക് അതിൽ ഇത്രയും സന്തോഷം കണ്ടെത്താൻ പറ്റിയത് ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള അവലാതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പേടിയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാം. ചെറിയ ചെറിയ യാത്രകളിലൂടെ തന്നെ കുറേ നല്ല അനുഭവങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ വളർത്താൻ പറ്റും. ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തൊട്ടടുത്ത് തന്നെ പോണേന് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ പറ്റാത്തവർക്ക് തൊട്ടടുത്ത് തന്നെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പോയി മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടുമല്ലേ.